ഹലോ ഗൈസ്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി കാളയായ ഏകഛത്രാധിപതി എന്ന കാളയെക്കുറിച്ചും അതുപോലെ നിലവിൻ്റെ തമ്പുരാൻ എന്ന ഒരു വമ്പൻ കാളയെയും കുറിച്ചാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏകഛത്രാധിപതി എന്ന കാള. ഇത് ആദ്യമായിട്ടാണ് ഈ കാളയെ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമുക്കിത് അറിയാവുന്ന കാളകളാണ് ഇതിലുള്ളതൊക്കെ അല്ലേ. ഇതാണ് നമ്മുടെ നിലവിൻ്റെ തമ്പുരാൻ എന്ന കാള. ആദ്യം നമുക്ക് ഏകഛത്രാധിപതി എന്ന കാളയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കാള 2024 സീസൺ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു കോലത്തിലല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഏകഛത്രാധിപതി എന്ന കാളയെ കാണുന്നത് കടമ്പഴിപ്പുറം പുന്നാമ്പറമ്പ് കളവേലയ്ക്കായിരുന്നു, വലിയറാട്ടിന്. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ റൗണ്ട് സാധനം, ഇതതിനില്ലായിരുന്നു. മാല ഇങ്ങനെ അല്ലായിരുന്നു പണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല. ഞാനിപ്പോൾ മാല എന്ന് പറയുന്നു. ഏതൊരു ബ്രോ പറഞ്ഞിരുന്നത് പണ്ടം എന്നാണ് പറയുക, അങ്ങനെ എന്തോ സാധനം. താങ്ക് യു, എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ട് പലതും അറിയില്ല, ഞാനത് മറന്നുപോയി, സോറി. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, ഫ്രണ്ടിലുള്ള ഈ പണ്ടം, ഈ ഒരു സാധനം ഇല്ലായിരുന്നു, റൗണ്ട് ഇല്ലായിരുന്നു ഇത് പുന്നമറമ്പിൽ വന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള സാധനമല്ലേ, ഇതും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ ഈ ആർച്ച് ഈ ഒരു കോലത്തിലല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യാസം ഉള്ള, ഈ ഫോട്ടോയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള അവസ്ഥയിലായിരുന്നു അന്ന് പുന്നാമ്പറമ്പിലെ കാളവേലയ്ക്ക് വലിയറാട്ടിന് ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി കാളയായ ഏകഛത്രാധിപതി വന്നിട്ടുണ്ടായിരുന്നത്. അന്നൊരു ഗംഭീര എന്താ പറയുക, തമ്പോലാണെന്ന് തോന്നുന്നു. തമ്പോലത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഒന്നാം ജോഡി കാളകൾ വന്നിരുന്നത്. ആ കാളവേലയുടെ അട്രാക്ഷനായിരുന്നു ഈ ഒന്നാം ജോഡി കാളയായ ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി കാളയായ ഏകഛത്രാധിപതി. അപ്പോൾ ഈ കാളേനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിനുശേഷം പുത്തനാക്കിലേക്ക് വന്ന സമയത്ത്, പുത്തനാക്കിലാണ് പിന്നെ നമ്മൾ കാണുന്നത് ഏകഛത്രാധിപതി എന്ന കാളയെ. അന്ന് ബാബുവേട്ടൻ്റെ ഈ ഒന്നാം ജോഡി കാളയെ നമ്മൾ കാണുന്ന സമയത്ത് കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സംഗതിയൊക്കെ ഇതിൽ വന്നിരുന്നു. അതേപോലെ സൈഡിൽ ഇത് ആഡ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ വേറെ കുറേ ആർച്ചിലും അവിടെ ഇവിടെയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി കാളേനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയണം എന്ന് എന്താ പറയുക തോന്നുന്ന ഒരു കാര്യം ഇതാണ്. ഒരു സീസണിൽ തന്നെ ഒന്നിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു കാളയാണ് ബാബുവേട്ടൻ ഒന്നാം ജോഡി കാളയെ. ആ ഒരു ആറ്റിറ്റ്യൂഡിന് എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ വല്ലാത്തൊരു ബഹുമാനം ബാബുവേട്ടനോടും ഏകഛത്രാധിപതി എന്ന ടീമിനോട് മൊത്തത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത് അങ്ങനെയല്ല. നമ്മളൊരു കാളേനെ ഇറക്കുന്ന സമയത്ത് പലരും എന്താ ചെയ്യുക വെച്ചാൽ, ഒരു സീസണിലേക്ക് ഒരു പ്രത്യേക ടൈപ്പ്, ഒരു പ്രത്യേക മോഡലിലുള്ള ഒരു കാളേനെയാണ് ഇറക്കുന്നത്. പിന്നെ അടുത്ത സീസണിലേക്കാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ഭൂരിഭാഗം കാളകളിൽ. പക്ഷേ ഇത്രയും വലിയ കൊമ്പനായ ഈ കാളയിൽ ബാബുവേട്ട പുന്നാമ്പറമ്പിൽ ഒരു ടൈപ്പ് ഒരു കാളേനെ ഇറക്കി, പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് അടുത്ത കാളവേലയ്ക്ക്, അതായത് അതേ സീസണിലുള്ള അടുത്ത കാവിലേക്ക് മാറ്റങ്ങൾ വരുത്തി ഇറക്കും എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ലത്. അപ്പോൾ അതിന് ബാബുവേട്ടൻ ഒരു സല്യൂട്ട് ആ ടീമിനും, ആ എൻറ്റയർ ടീമിനും. ഓക്കെ, പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വളരെ വ്യത്യസ്തമായിട്ടുള്ള പണ്ടുള്ള ഒരു കാളയാണ് ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി കാളയായ ഏകഛത്രാധിപതി. ഇതിൻ്റെ തലകളിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നല്ല കുട്ടപ്പൻ തലകളാണ് ബാബുവേട്ടൻ്റെ എല്ലാ കാളകളിലും. ഇത് ഒന്നാം ജോഡി കാളയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാളത്തലകൾ അടിപൊളിയാണ്. നല്ല മുറുക്കമുള്ള, ഒതുക്കമുള്ള, നല്ല രസമുള്ള കാളത്തലകളാണ് ഏകഛത്രാധിപതി എന്ന കാളയ്ക്കുള്ളത്. ആ കാളത്തലയിൽ നമ്മൾ, അതായത് നമ്മുടെ പറയില്ല, ഈ കാളത്തലയിലുള്ള ഈ ഞരമ്പുകളില്ല, ആ ഞരമ്പുകളൊക്കെ ശരിക്കും ഒരാൾ ജിമ്മിൽ പോയിട്ട് അവിടെ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ഒഴിവായിട്ട് ഭയങ്കര എന്താ പറയുക, നല്ല മസിലൊക്കെ വന്നിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരുന്നുള്ള അവസ്ഥ എന്താ, അതുപോലെയുള്ള കാളത്തലകൾ അത് ഗംഭീരമാണ്. ഇപ്പം നമ്മൾ ഒരു സംഗതിയിലുണ്ട്, എന്താ പറയുക, വെറുതെ വീർത്തിട്ടുള്ള ഒരു തലയല്ല ഇത് നല്ല എന്താ പറയുക, വലിഞ്ഞു മുറുകിയ നമ്മുടെ ഞരമ്പുകളൊക്കെ ഉള്ള കാളത്തലകളാണ്. അതൊരു കിഡു ലുക്കാണ് ഈ കാളയ്ക്ക് നൽകുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കാളക്കൊമ്പുകൾ വളരെ വെറൈറ്റിയുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള കാളക്കൊമ്പുകളാണ് ഏകഛത്രാധിപതി എന്ന കാളയ്ക്കുള്ളത്. ഈ കാളക്കൊമ്പുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ഇങ്ങനെ വൈഡായിട്ട് നിൽക്കുന്നൊരു സാധനമല്ല, ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമല്ല. അത് ഏകദേശം ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. നല്ല രസമാണ് കാണാൻ.
അതുപോലെ തന്നെ ഇതിൽ ആർച്ചിലേക്ക് വരുമ്പോൾ ഉപയോഗിച്ച കളറുകളൊക്കെ ശ്രദ്ധിക്കുക. ഉള്ളിൽ നീല കളറ്. എനിക്ക് ഈ നീല കളറ് ഇങ്ങനെ ഉപയോഗിച്ചുള്ള കാളുകളെ വളരെ വിരളമായിട്ട് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും കാളുകൾ ഇങ്ങനെ നീല കളർ കാര്യമായി ഉപയോഗിച്ചുള്ള കാളുകളെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ നീല കളറ് ഈ കാളയുടെ ഒരു ഹൈലൈറ്റാണ്. കളർ കോമ്പിനേഷനൊക്കെ കിഡു കളർ കോമ്പിനേഷനാണ്. അവിടെ നീല ഉപയോഗിക്കുന്നുണ്ട് ആർച്ചിൻ്റെ ഉള്ളിലെ ആ ലെയറിൽ, അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ഈ വട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വട്ടത്തിലുള്ള കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ തലയ്ക്ക് താഴെയുള്ള ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടിപൊളിയാണ്. ഉള്ളിലൊരു പച്ച കളറ്, പിന്നെ ഒരു ചുവപ്പ് റോസ് ആ കളറിലേക്ക് വരുന്നു, പിന്നെ നീല വരുന്നു, പിന്നെ വീണ്ടും പച്ച വരുന്നു, പിന്നെ മഞ്ഞ കളറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, പിന്നെ റെഡിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സംഭവം. ഇത് നല്ല രസമാണ് അത് കാണാൻ. അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. നമ്മൾ കാളേനെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും അടിപൊളിയാണത്. നമ്മുടെ ഒരു വിഷുചക്രം കറങ്ങുന്ന പോലുള്ള ഒരു ഫീലാണ് ഈ രാത്രി സമയത്തൊക്കെ ഈ കാളയുടെ ഈ ഒരു ഭാഗത്തുള്ള ലൈറ്റ് കത്തറ് കാണുമ്പോൾ നമുക്ക് തോന്നാം. അതുപോലെ ഇതിന് മാല ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിലുള്ള പണ്ടം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഒരു ഇതാണ് അല്ലേ. അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സാധനമായിട്ടാണ് ഇത് വരുന്നത്. അത് നല്ല രസമാണ്, വെറൈറ്റിയാണ്. അതേപോലെ ഇതിൻ്റെ ഈ കാളത്തലകളുടെ ഇവിടെ ഉള്ളൊരു സാധനം അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ ഇത് ഇവിടെ വരുന്നുണ്ട്. ഏകദേശം ഒരു ഭാഗം കട്ട് ചെയ്തുള്ള സ്ക്വയർ എന്താ ആ അവസ്ഥ. പിന്നെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അത് നല്ല രസമുള്ളൊരു സാധനമാണ്, നല്ല രസമുള്ളൊരു സംഗതിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഒരു എക്സ്ട്രാ ലെയർ ഇവിടെ വരുന്നുണ്ട്, ഒരു കഷ്ണം ഒരു പീസ് വരുന്നുണ്ട്. അതേപോലെ ആർച്ചും ഇതേപോലെ ഉള്ളത്തെ ലെയർ, അതിൻ്റെ മുകളിൽ വേറെ ലെയർ ഇങ്ങനെ പട്ടിയായിട്ടുള്ള ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കുടകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഗോപുരം പോലെയുള്ള എന്താ അതിന് പറയുക, നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചതുരം രീതിയിലുള്ള നമ്മുടെ അമ്പലങ്ങളില്ലേ, തമിഴ്നാട്ടിലൊരു അമ്പലമല്ലേ, അമ്പലത്തിൻ്റെ പേരും കിട്ടില്ല, ആവശ്യ സമയത്തൊന്നും കിട്ടില്ല, അതുപോലെയുള്ള ഒരവസ്ഥയാണ്. നല്ല ചന്താണ് കാണാൻ, നല്ല ചന്താണ്. എനിക്കൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം. ബാബുവേട്ടൻ്റെ കാളയിലാണ് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെയുള്ളൊരു അമ്പലത്തിൻ്റെ ഈ ഒരു രീതിയിലുള്ള കുട വരുന്നത്. പിന്നെ പല കാളകളിൽ ഇത് കാണാൻ കഴിഞ്ഞു. ഇതിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് അവർ പല കാളകളിൽ ഇത് കാണുന്നുണ്ട്. ബാബുവേട്ടൻ്റെ കാളയിലാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഗോപുരത്തിന് ഇത് കണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, എന്ന് കരുതി മറ്റു കാളകൾ ഇത് കോപ്പി അടിച്ചു എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇതിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ സൈഡിൽ ഇങ്ങനെ തന്നെ കുഞ്ഞു ഗോപുരങ്ങൾ 2 എണ്ണം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ആർച്ചിൻ്റെയും അതേപോലെ പണ്ടമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ കൂടെ ഒരു സാധനം, അതായത് അത് നമ്മളിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഇളകും, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സംഗതി ഇവിടെ ഇങ്ങനെ ലെയർ ഇലയുടെ കഷ്ണം പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് മൊത്തം ഇങ്ങനെ വരുന്നുണ്ട്. അത് എന്താ പറയുക, നമ്മൾ കാണുന്ന സമയത്ത് ഇതെന്തിനപ്പോൾ ഇങ്ങനെ ഒരു സംഗതി എന്നൊക്കെ ഒരു തോന്നലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നിയിരുന്നു. എന്തിനപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഇത് എന്താ പറയുക, ഇതിൽ ചെറുതായിട്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ലൈറ്റ് ഇത് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ആർച്ചൊക്കെ ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കാണാൻ നല്ല ചന്തമാണ്. അതായത് മൊത്തത്തിൽ ഇതിലൊരു അതിർത്തി വരുന്ന പോലുള്ള ഒരു ബോർഡർ വരുന്ന പോലുള്ള സാധനം. ആ ബോർഡർ എന്ന് പറയുന്നത് കറക്റ്റ് ഈ പറഞ്ഞ മാതിരി ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പൊന്നുമല്ല, അതിലെന്നെ കുനുകുനു തന്നെയുള്ളൊക്കെ ഒരു രീതിയിലുള്ള സ്ട്രക്ചർ. നല്ല രസമാണ് അത് കാണാൻ, നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ബാബുവേട്ടൻ്റെ ഈ ഏകഛത്രാധിപതി എന്നുള്ള കാളയിൽ മാത്രമാണ് അങ്ങനെ ഒരു ലെയർ ഉള്ളത് തോന്നുന്നു. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും അത് വളരെ ക്രിയേറ്റീവായിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു കാളയാണ് ബാബുവേട്ടൻ്റെ ഏകഛത്രാധിപതി എന്ന കാള എന്നതിൽ ഒരു സംശയമില്ല. അതുപോലെ നേരെ അതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കണ മാല ശ്രദ്ധിക്കും. ഒരു കാര്യം അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാബുവേട്ടൻ്റെ കാളകൾക്ക് ഒരുപാട് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വേറൊരു കാര്യം ഇതാണ്, ഇതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഉണ്ട പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് ആ നൂല് പോലുള്ള സാധനം ഇങ്ങനെ കിടക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണ മുത്തുമണികൾ തൂങ്ങിക്കിടക്കുന്ന സാധനം അല്ലത്. മുകളിലൊരു ഉണ്ട പോലുള്ള ഒരു സാധനം ഉണ്ട്, അതിൻ്റെ താഴെ ഇങ്ങനെ നാര് പോലെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ സാധനമുള്ള ഉണ്ടെന്നല്ല പറയണത്, ആ സാധനം ഉണ്ടല്ലോ, സംഗതി മനസ്സിലായാലോ, അത്രയേ ഉള്ളൂ. അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണത് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആളിനെ കുറിച്ച് എനിക്ക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവതി അതിൻ്റെ ചുറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. നടുവിൽ ആർച്ചിൻ്റെ അവിടെ നടുവിലുണ്ടല്ലോ ഭഗവതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഹാലോ എന്ന് പറയില്ലോ, ഭഗവതിയുടെ തലയുടെ ചുറ്റും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പൂവിൻ്റെ ഇതള് പോലെയൊക്കെയുള്ളൊരു സാധനം. അത് നമ്മുടെ സാധാരണ പൂവിൻ്റെ ഇതള് പറയുന്ന മാതിരി ഇങ്ങനെയുള്ള ഒരു വട്ടം പോലുള്ളൊരു സാധനം അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്, കുറച്ച് നീളത്തിലുള്ളത്. അത് കാണാൻ നല്ല രസമാണ് അത് കാണാൻ. അതുപോലെ സൈഡിലും
അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ കാളേനെ കുറിച്ച് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാബുവേട്ടൻ്റെ ഈ ഒന്നാം ജോഡി കാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഏറ്റവും വലിപ്പം കൂടിയ കാളകളിൽ അല്ല. പക്ഷേ ഈ കാളയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. അത്രയും ആരാധകരെ നേടിയെടുക്കാൻ ബാബുവേട്ടൻ്റെ ഒന്നാം ജോഡി ഈ കാളയ്ക്ക് ഏകഛത്രാധിപതിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ കാര്യം, ഇതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് എല്ലാ കാളകളെ ഉണ്ടാക്കാൻ ഒരുപാട് എഫേർട്ട് എടുക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സീസണിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു കാളയാണ്. ഒറ്റ സീസണിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താ പറയുക, അതിനൊരു പ്രത്യേക ധൈര്യം വേണം. അത് ചില്ലറ പരിപാടിയല്ലല്ലോ, അത്രയും പണിയെടുക്കണം. പിന്നെ ഒരു കാളവേലയിൽ നിന്ന് അടുത്ത കാളവേലയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഗ്യാപ്പൊക്കെ വളരെ കുറവായിരിക്കും. ടൈം വേണമല്ലോ, ചെയ്യണമെങ്കിൽ ടൈം വേണം, ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങണമൊക്കെ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം വേണ്ടേ മനുഷ്യന്മാർക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയും കഠിനാധ്വാനികളായ അത് വിസിബിളാണ്. നമുക്കിപ്പോൾ ഒരാൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് വിസിബിളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2024 ഈ ബാബുവേട്ടൻ്റെ ഈ കാളയിൽ ഇത്രത്തോളം മാറ്റങ്ങൾ ഒരു സീസണിൽ തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹാറ്റ്സ് ഓഫ്. അടിപൊളി. ഇനി നമുക്ക് നേരെ ഇതൊക്കെയാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെറ്റായ തലയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കുഴപ്പമില്ലാത്ത ബോഡിയാണ്. ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ചെവിയുടെ ഇവിടെ കൊടുത്തുള്ളതൊക്കെ ഇല്ലേ, അടിപൊളിയാണ്. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നേരെ നമ്മുടെ നിലവിൻ്റെ തമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ കാളകളിലൊന്നാണ് നിലവിൻ്റെ തമ്പുരാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുത്തനാൽക്കല്ലാണ്. പുത്തനാൽക്കല്ലിലെ ആ കാള റോഡ് സൈഡിൽ അവിടെ കാണുമ്പോൾ അമ്പോ എന്നുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഒരു ഫീലായിരുന്നത്. കുറേ നേരം ആ കാളയുടെ മുന്നിൽ നമ്മളിങ്ങനെ പോയിന്നുണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കാളകളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഏകഛത്രാധിപതിയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് കാണാം. അതേപോലെ തന്നെ നിലവിൻ്റെ തമ്പുരാനെ കുറിച്ചുള്ള ഒക്കെ വീഡിയോസ് കാണാം. നിലവിൻ്റെ തമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ കാളയുടെ തല ഒരു രക്ഷയില്ലാത്ത തലയാണ്. ഈ കാളയുടെ തല എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെറ്റിയുടെ ഭാഗം ഒരു ശൂലം പോലുള്ള ഒരു സംഗതി ഇവിടെ വരുന്നുണ്ട്. അതൊരു പ്രത്യേക മാരകമായിട്ടുള്ള ഒരു കിടുക്കാച്ചി ലുക്കാണ് ആ കാളയ്ക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നല്ല അടിപൊളി തലയാണ്. നല്ല വാറുള്ള തലകളാണ് ഈ കാളയ്ക്കുള്ളത്. അതേപോലെ തന്നെ കൊമ്പ്, നല്ല നീട്ടുള്ള കൊമ്പുകൾ. അതേപോലെ തന്നെ ഈ ആർച്ചൊക്കെ ശ്രദ്ധിക്കുക, ആർച്ചിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റിൽ അങ്ങനെയുള്ള കൊമ്പുകളാണുള്ളത്. നല്ല വലിപ്പമുള്ള തലകളാണ്. അതേപോലെ ഇതിൻ്റെ ആർച്ചിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർച്ചാണ് നിലവിൻ്റെ തമ്പുരാനുള്ളത്. ഇവിടെ നമ്മളൊരു ഗോപുരം പോലെയൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഒരു സംഗതി, ഇവിടുന്ന് ഇങ്ങനെ സംഗതി, അതേപോലെ ഇവിടുന്ന് മോളിക്ക് ഇങ്ങനൊരു സംഭവമാണ് ഇതിൽ വരുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർച്ചാണ്, അടിപൊളി ആർച്ചാണ്. ഇതിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു രക്ഷയില്ല. നിലവിൻ്റെ തമ്പുരാൻ എന്ന കാളയുടെ ആർച്ചിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു രക്ഷയില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ആർച്ചിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ സമയത്തോളം ബെസ്റ്റ് ആർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഞാനൊന്ന് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും അടിപൊളി ആർച്ച്. അപ്പോൾ അത് അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറയണേ. ഇതിലുപയോഗിച്ച കളറുകൾ പച്ച ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചയിൽ തന്നെ വ്യത്യസ്ത കളറുകൾ പച്ചയിൽ തന്നെ ഇളം പച്ച, കടും പച്ച അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു സ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്, മോളിക്കുമൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകൊക്കെ ഉള്ള ഒരു സംഗതിയാണുള്ളത്. ആർച്ചിൽ രണ്ട് സൈഡിലുള്ള സംഗതിയില്ലേ, ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ സെൻറ്ററിൽ മുടിയൊക്കെ ഒരുപാട് വരുത്തിയിട്ടുള്ള രീതിയിലുള്ളൊരു ഭഗവതി അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ വരുന്നത്. പിന്നെ ഈ കാളയിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൻ്റെ തമ്പുരാനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് കാളത്തലകൾ, അതിൻ്റെ ചെവികളൊക്കെ അടുത്താണ്. അത്രയും പെരുത്ത തലകളാണ്, അതാണ് അത്രയും പെരുത്ത രണ്ട് തലകളാണ്, ചെവിയൊക്കെ അടുത്താണ്. അടിപൊളിയാണത്. അതേപോലെ തന്നെ കൊമ്പുകളൊക്കെ ഒരുപാട് വലിപ്പമുള്ള കൊമ്പുകളാണ് പറഞ്ഞു. ഇതിൻ്റെ കൊടകൾ ശ്രദ്ധിക്കട്ടെ. കൊട എന്ന് പറഞ്ഞാൽ ഈ ഇലകളെ പോലെയുള്ള 3 കൊടകളാണ്. അടിപൊളിയാണത്. ഈ 3 കൊടകളുടെ സ്ട്രക്ചർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ഒരേ വലിപ്പത്തിലുള്ള 3 കൊടകളാണ്, ഏകദേശം ഒരേ വലിപ്പത്തിലാണെന്നാണ് എൻ്റെ ഒരു കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെ, അത് ഫോട്ടോ അങ്ങനെ എടുത്തത് കൊണ്ടാണോ എന്നാവും, എന്തായാലും ഒരേ വലിപ്പത്തിലുള്ള കൊടകളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻട്രലിലുള്ള സെൻട്രലില്ലേ, അതായത് 3 കൊടകളില്ല, അതിൽ സെൻട്രലിലെ കൊടയുടെ അതേ വലിപ്പം തന്നെയാണ് ഈ 2 സൈഡിലെ കൊടകളുള്ളത്. അതാണ് ഈ കാളയുടെ എടുത്തു പറയാവുന്ന പ്രത്യേകതകളിൽ ഒന്ന്. ഇനി നേരെ ഈ കാളയുടെ ഈ തലയുടെ
സൈഡിലുള്ള നീളത്തിലുള്ള സാധനം അതിലേക്ക് വരുമ്പോൾ അതിൽ കുറേ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ് അത് കാണാൻ. അതേപോലെ നേരെ അതിൻ്റെ താഴെ കുതിരകൾ ചാടുന്ന പോലെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ പൂക്കൾ പോലെയുള്ള സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ ഈ കാളയുടെ ഭംഗി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് സാധനം. ദശാവതാരങ്ങളാണ് എന്ന് തോന്നുന്നു ഇതിലുള്ളത്. അടിപൊളിയാണ് ചന്തം, നല്ല ചന്തമുണ്ട് കാണാൻ, നല്ല ചന്തമുണ്ട് കാണാൻ. അതേപോലെ നേരെ ഇത് നമ്മൾ പണ്ടത്തിലേക്ക് വരുന്ന സമയത്ത് സൈഡത്തെ പണ്ടൊക്കെ ഉണ്ടല്ലോ, മാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സിംഹത്തിൻ്റെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ നേരെ കാളയുടെ തലയുടെ താഴെയുള്ള ഈ മാലയിലേക്ക് വരുന്ന സമയത്ത് അത് ഈ പറയുന്ന പോലെ ഒരു പച്ച ഒരു ഇത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, സെൻറ്ററിൽ ഒരു സാധനം അത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സംഗതികളൊക്കെയാണ്. ഇനി നേരെ താഴെ കിളിപ്പച്ച നിറത്തിലാണ് തോന്നുന്നത്. നമ്മൾ നല്ല കടുപ്പിച്ചിട്ട് കളർ കൂട്ടിയെടുത്തുള്ളൊരു ഫോട്ടോ ആണ്. കിളിപ്പച്ച നിറമാണ് ഏറ്റവും അടിയിൽ തൂങ്ങിക്കിടക്കണ മാല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കിളിപ്പച്ച നിറമാണ് തോന്നുന്നു. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതുപോലെയാണ് ഏകദേശം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അതും നല്ല രസമാണ്. മറ്റ് കാളകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും മനസ്സിലാവും. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് താണിട്ടാണ് മാലയുടെ ഈ തൂങ്ങിക്കിടക്കണതിൻ്റെ ഇത് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റായ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാളകളുടെ നമുക്ക് എടുത്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതേപോലെ പിന്നെന്താ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ രണ്ട് കാളകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഈ രണ്ട് കാളകൾക്ക് മാത്രമാണ് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഓരോ ദിവസം ഒന്നോ രണ്ടോ കാളകളെ വെച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാളകൾക്കും ആരാധകരുണ്ട്, എല്ലാ കാളകൾക്കും ആരാധകരുണ്ട്. ഇപ്പോൾ കതിരവനായിക്കോട്ടെ, അതേപോലെ വള്ളുവനാടൻസ് ആയിക്കോട്ടെ, ബാബുവേട്ടൻ്റെ തന്നെ രണ്ടാമത്തെയും അതിന് താഴെയുള്ള ജോഡികൾ 2-3 ജോഡികളൊക്കെ 4 ഒക്കെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതേപോലെ കുലപതി ആയിക്കോട്ടെ, ഏത് കാളയായിക്കോട്ടെ, എല്ലാ കാളകൾക്കും ആരാധകരുണ്ട്. അതേപോലെ നമ്മുടെ ബാലേട്ടൻ്റെ കാളകളായിക്കോട്ടെ, എല്ലാത്തിനും ആരാധകരുണ്ട്. ബാലേട്ടൻ്റെ 2ാം ജോഡി കാളയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാളകളിലൊന്നാണ് ബാലേട്ടൻ്റെ 2ാം ജോഡി കാള. നല്ല ചന്തമാണ് അത് കാണാൻ. 1ാം ജോഡി കാള അടിപൊളിയാണ്, നല്ല വലിപ്പമുള്ള കാളയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോസ് നമുക്ക് പിന്നീട് ചെയ്യാം, വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ കാളയുടെ ഇതിനൊക്കെ പറയുന്ന കൃത്യമായ പേരുകളൊന്ന് പറഞ്ഞു തരും. അതായത് ഈ കാളയുടെ ചെവിയുടെ ഇവിടെ വെക്കണ ഒരു സാധനമല്ലോ, ഒരു റൗണ്ടുള്ള ഒരു സാധനം, അതിനെന്താ പേര് പറയാം. അതുപോലെ ഇതിപ്പോൾ പണ്ടമാണെന്ന് പറഞ്ഞു അല്ലേ, ഇവിടെ ഉള്ളതിന് എന്താ പറയുക, പണ്ടെന്ന് പറയാം. അപ്പോൾ ഈ സൈഡിലുള്ളതിന് എന്താ പറയുക? അപ്പം അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. ബാബുവേട്ടൻ്റെ കാളയുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലും പോവുക ഈ സെൻറ്ററിലുള്ള ഈ കാളയുടെ തലയുടെ താഴെയുള്ള പണ്ടത്തിലുള്ള ഡിസൈനില്ല, ഈ റൗണ്ടിൽ ഇതിലൊക്കെയാണ് കൂടുതൽ നമ്മുടെ ശ്രദ്ധ പോവുക. ഒരു ആർച്ചൊക്കെ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആരാധകരുള്ള 2 കാളകളാണ് ഏകഛത്രാധിപതി എന്ന കാളയും അതുപോലെ നമ്മുടെ നിലവിൻ്റെ തമ്പുരാനും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നിലവിൻ്റെ തമ്പുരാനും ഏകഛത്രാധിപതിയും വെച്ച് സൈസിൽ കമ്പയർ ചെയ്യുമ്പോൾ, കാളയുടെ തലയുടെ സൈസിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിലവിൻ്റെ തമ്പുരാൻ എന്ന കാളയുടെ തലകളാണ് കൂടുതൽ വലിപ്പമുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എനിക്ക് പനിയൊക്കെ ആയിരുന്നു, തീരെ വയ്യ, ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ താങ്ക് യു.